ഒരു പുതിയ ട്രെൻഡ് സ്പോർട്സ് ജേർണലിസത്തിൽ വരുന്നു എന്ന് പറയുന്നത് നമ്മുടെ റിപ്പോർട്ടർമാർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞു, റിപ്പോർട്ടർമാരുടെ ഒരു സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കഴിവ് അത് ആധികാരികമായി അപഗ്രഥനം ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഇതോടൊപ്പം തന്നെ ഏറ്റവും പുതുതായിട്ട് വരുന്നത് വെച്ചപ്പോൾ ക്രിക്കറ്റ് ആണെങ്കിൽ പിന്നെ രവിശാസ്ത്രി അതുപോലെയുള്ള ഈ ഫീൽഡിലുള്ള പഴയ താരങ്ങൾ കോളം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഫുട്ബോൾ ആണെങ്കിലും ഈ ഒരു ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ഈ കളിക്കാർ തന്നെ ഈ പത്രങ്ങളുടെ കോളങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സംഭവം വരുന്നത് നമുക്കൊരു ഭീഷണിയായി മാറും. പത്രം ഭീഷണിയാവുമെന്നും തോന്നുന്നില്ല. കളിക്കാർ എക്സ്പേർട്സ് ആയിരിക്കും, അവർക്ക് കുറേ കാര്യങ്ങൾ അറിയുന്നുണ്ടാവും. തീർച്ചയായും അവർക്ക് അനുഭവപരിജ്ഞാനമുള്ളത് കൊണ്ട് അതിൻ്റെ ഗുണം അവർ എഴുതുന്നതിൽ പ്രതിഫലിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഒരു ലേഖനം അതുമാതിരി ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് ഒരു ഫിസിക്സോ അല്ലെങ്കിൽ അങ്ങനെ ഒരു റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. നമ്മളെ നിത്യജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് കളികളെന്ന് പറയുന്നത്. അപ്പോൾ അതിന് വലിയ രീതിയിലുള്ള പരിജ്ഞാനമൊന്നും ആവശ്യമില്ല. അത് ഒരു എക്സ്പെർട്ടിൻ്റെ ഒപ്പീനിയൻ തീർച്ചയായും വിലയുണ്ട്. അതേസമയം ലേഖനം അത് ആ രീതിയിൽ എത്തിപ്പെടാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല ലേഖകന് ഭാഷ എന്നുള്ളൊരു കൈമുതൽ ഉണ്ട്. അത് വായിക്കാൻ എന്തായാലും ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല. ക്രിക്കറ്റിൻ്റെ കളീൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ വായിക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല. ബ്രണ്ടൻ മെക്കൽ എങ്ങനെ ബാറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ അത് വാക്കുകളിൽ ഒരു ലേഖകൻ ചിത്രീകരിക്കുമ്പോൾ അതിന് പ്രത്യേക മൂല്യമുണ്ട്. അതൊരു എക്സ്പേർട്ടിന് സമ്മാനിക്കാൻ കഴിയുന്ന സംഗതിയല്ല, അതൊരു ജേർണലിസ്റ്റിന് മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ രണ്ടുപേരുടെയും അഭിപ്രായങ്ങൾ തമ്മിൽ വ്യത്യാസം വന്നാലോ, വൈരുദ്ധ്യം വന്നാലോ എന്ത് ചെയ്യും? വൈരുദ്ധ്യം വരാം. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ വളരെ നിങ്ങളുടെ ഒരു സ്ഥാനം അടയാളപ്പെടുത്തിയ ലേഖനാണെങ്കിൽ നിങ്ങളെ അഭിപ്രായത്തെ ആളുകൾ വിലവെക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എക്സ്പേർട്ടിനേക്കാളും മേലെ നിൽക്കുന്ന എത്രയോ ജേർണലിസ്റ്റുകളുണ്ട്, അവർ എക്സ്പേർട്സ് തന്നെയാണ്. കുറച്ചു കാലം മുമ്പാണ് ഇന്ത്യൻ ടീമിലൊക്കെ സെലക്ഷനെ സ്വാധീനിക്കാൻ കഴിയുന്ന ലേഖകന്മാരുണ്ടായിരുന്നു. അവർ മുൻ പ്ലെയേഴ്സൊന്നുമല്ല. ഇന്ദുവിൻ്റെയൊക്കെ ചില ആർമോഹനമാരിലെ ലേഖകന്മാർ, അതുമാതിരി രാജൻ ബാലന്മാരിലെ ലേഖകന്മാർ ഇന്ത്യൻ ടീമിൻ്റെ സെലക്ഷൻ അവരെ സ്വാധീനിക്കാൻ കഴിഞ്ഞ എഴുത്തുകാരാണ്. അവർ പ്ലെയേഴ്സ് ആയിരുന്നില്ല. അപ്പോൾ ഇവർ ജേർണലിസ്റ്റ് ആണെങ്കിൽ കൂടിയും അവരുടെ അഭിപ്രായത്തിന് വലിയ വിലയുണ്ടായിരുന്നല്ലേ അത് മനസ്സിലാവുന്നത്. അത്രയും സ്വാധീനമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ സ്പോർട്സ് ജേർണലിസത്തിൽ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു ശോഭനമായ ഭാവി ഉണ്ട് എന്ന് തന്നെയാണോ പറയുന്നത്? തീർച്ചയായും ഉണ്ട്. അതിന് പഴയ രീതി അവലംബിച്ചിട്ട് കാര്യമില്ല എന്നാണ് അഭിപ്രായം. കാരണം ടി വിയിൽ ഇപ്പോൾ പലതും വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം എന്താണെന്ന് ഉറച്ചു പറയുക, അത് കഴിയുന്നതും നല്ല ഭാഷയിൽ ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ പറയാം. അങ്ങനെ ഉണ്ടാകുന്നിടത്തോളം കാലം സ്പോർട്സ് ജേർണലിസത്തിന് തീർച്ചയായും വളരെ ശോഭനമായൊരു ഭാവിയുണ്ട്. ഇപ്പോൾ സാങ്കേതിക രംഗത്തുണ്ടായ കുതിപ്പ്, വിഷ്വൽ മീഡിയ, കമ്മ്യൂണിക്കേഷൻ, അതിനുള്ള കവറേജിനുള്ള കൂടുതൽ സൗകര്യങ്ങൾ, ഇതൊക്കെ ഒരു വശത്ത് ഇതിൻ്റെ ഒരു അനുകൂല ഘടകമായി നിൽക്കുന്നു. പക്ഷേ അതേസമയം ഈ സ്പോർട്സിനെ തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ പൈങ്കിളിവൽക്കരിക്കപ്പെടുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നു. അതിൻ്റെ ഗോസിപ്പുകളിലേക്കും മറ്റുള്ള താരങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് പോലും എത്തിപ്പെടുന്ന ഏറ്റവും അവസാനം വിരാട് കോഹ്ലിയുടെയൊക്കെ അനുഭവങ്ങൾ, ഇതിനെങ്ങനെയാണ്? അതൊരു ആശ്വാസകരമായ ഒരു പ്രവണതയാണ്. താരങ്ങളെ അങ്ങനെ വ്യക്തിജീവിതത്തിൽ വളരെയധികം കടന്നു ചെല്ലേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ കുറച്ചൊക്കെ അതാവാം. അതിൻ്റെ ഒരു അനുപാതം തെറ്റിപ്പോകുമ്പോഴാണ് വളരെ പ്രയാസമാകുന്നത്. അതല്ലല്ലോ പ്രധാനം. താരങ്ങളുടെ വ്യക്തിജീവിതം ചിലപ്പോൾ കളീനെ ബാധിക്കുന്നതാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ അനുഷ്ക ശർമ്മ അവിടെ കളി കാണാൻ പോയത് അദ്ദേഹത്തിൻ്റെ കളിയെ ബാധിച്ചിട്ടുണ്ടെന്ന് ആർക്കും അഭിപ്രായമില്ല. അത് കുറേ ജേർണലിസ്റ്റുകളൊന്നും അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല. പക്ഷെ കുറച്ചൊക്കെ വ്യക്തിജീവിതത്തെക്കുറിച്ച് അറിയാൻ ആളുകൾക്ക് താല്പര്യമുണ്ടാവും. പക്ഷേ അനുപാതം തെറ്റിപ്പോകുന്നത് വളരെ ആപൽക്കരം തന്നെയാണ്. കളി തന്നെയാണ് പ്രധാനം. വ്യക്തിജീവിതം എന്നുള്ള അതിൻ്റെ ഒരു ചെറിയൊരു അംശം മാത്രമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല, അതിൽ കവിയാൻ പാടില്ല എന്നുള്ളത്. ജേർണലിസ്റ്റുകൾ അപ്പോൾ സ്പോർട്സിനാണ് കൂടുതൽ പ്രാമുഖ്യം നൽകേണ്ടത്. ഇപ്പം മാതൃഭൂമിയിൽ 33 വർഷം പത്രപ്രവർത്തന രംഗത്ത് വന്നു എന്ന് പറഞ്ഞു. സ്പോർട്സിന് പുറമെ കൈകാര്യം ചെയ്ത മേഖലകൾ ഏതൊക്കെയാണ്? സ്പോർട്സിന് പുറമെ ഇലക്ഷൻ കാലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോക്സഭാ ഇലക്ഷൻ, 2 ലോക്സഭാ ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവസാനമായിട്ട് അവിടുന്ന് വിരമിക്കുന്ന സമയത്ത് അതിൻ്റെ എഡിറ്റ് പേജിൻ്റെ ചുമതലയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. രാഷ്ട്രീയം ആ രീതിയിൽ റിപ്പോർട്ടിങ് കൈകാര്യം ചെയ്തിട്ട് കുറച്ചു കാലം ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും സ്പോർട്സിലാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്. മറ്റു പല വിഷയങ്ങളും സാധാരണ എല്ലാ മനുഷ്യരും പോലെ താല്പര്യമുണ്ടെങ്കിൽ കൂടിയും. എഡിറ്റ് പേജിൻ്റെ ആ ഒരു ഇതിൽ കൺസെപ്റ്റിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോഴതിൻ്റെ പല രീതിയിൽ മലയാള പത്രങ്ങൾ ഗൗരവമുള്ള വിഷയങ്ങളാണ് അധികവും എഡിറ്റ് പേജിൽ കൊടുക്കുന്നത്. അതിൽ തെറ്റൊന്നുമില്ല, നല്ലത് തന്നെയാണ്. പക്ഷേ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ പത്രങ്ങളിൽ എഴുതുന്ന ആളുകൾ
പത്രങ്ങൾ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളാണ്. അവർ ആ വിഷയത്തിൽ ക്യാബന്മാരാണെങ്കിലും പത്രത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് പത്രത്തിൻ്റെ രീതികൾക്കനുസരിച്ച് എഴുതാൻ കഴിയുന്നവർ വളരെ കുറവാണ് എന്നുള്ളതാണ് ഞാൻ കണ്ടുപിടിച്ച എനിക്ക് മനസ്സിലായ ഒരു കാര്യം. പലരും വിദഗ്ധരൊക്കെ ആയിരിക്കും, പക്ഷേ ഒരു പത്രത്തിന് എന്താണ് ആവശ്യമുള്ളത് എന്ന രീതിയിൽ എഴുതി ഫലിപ്പിക്കാൻ പലർക്കും ആവുന്നില്ല. കാരണം ദീർഘമായ പ്രബന്ധങ്ങളാണ് ലേഖനങ്ങളായിട്ട് പലരും അയച്ചു തരുന്നത്. അത് ഒട്ടുമിക്ക പത്രങ്ങളും നേരിടുന്ന ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. അതിന് പകരം എന്താണ്, പത്രവായനക്കാരന് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അയാൾ മുഴുവൻ ഇത്രയും വലിയ ലേഖനങ്ങൾ വായിക്കില്ല. അപ്പോൾ ഒരു വായനക്കാരൻ എന്താണ് ആഗ്രഹിക്കുന്നത്, അയാൾക്ക് മനസ്സിലേക്ക് എങ്ങനെ എത്ര പെട്ടെന്ന് കടന്നു ചെല്ലാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലേഖനങ്ങൾ എഴുതുന്ന ആളുകൾ കേരളത്തിൽ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, വിരലിൽ എണ്ണാവുന്നവരേ ഉള്ളൂ എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് തൃക്കരിപ്പൂരിൽ നിന്ന് അവിടെ ജനിച്ച് വളർന്ന് കേരളത്തിലെ പ്രമുഖ പത്രസ്ഥാപനത്തിൽ 3.5 പതിറ്റാണ്ടോളം പ്രവർത്തിച്ചു. ഡെപ്യൂട്ടി എഡിറ്ററായി, സബ് എഡിറ്ററായി തുടങ്ങി ഡെപ്യൂട്ടി എഡിറ്ററായി വിരമിക്കുന്നു. ഒട്ടേറെ തസ്തികകൾ വഹിച്ചു, ഉന്നത തസ്തികകൾ വഹിച്ചു. മാതൃഭൂമിയിൽ മാത്രമാണ് പ്രവർത്തിച്ചത്. മാതൃഭൂമിയിലെ സഹപ്രവർത്തകരെ കുറിച്ച് പ്രഗത്ഭരോടൊക്കെ തന്നെ ഒട്ടേറെ പേരോടൊപ്പം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ആ ഒരു മാതൃഭൂമിയിലെ ഒരു സാഹചര്യം കൂടി ഒന്ന് വിശദീകരിക്കാം. ഞാൻ വരുന്ന കാലത്ത് കേരളത്തിൽ അറിയപ്പെടുന്ന പത്രപ്രവർത്തകരൊക്കെ ആയിരുന്നു സഹപ്രവർത്തകരായിട്ടുണ്ടായിരുന്നത്. മാതൃഭൂമിയിൽ വരുന്നതിന് മുമ്പേ പേര് കേട്ട പല ആൾക്കാരും പിന്നീട് സഹപ്രവർത്തകരായി മാറി. ഒന്നാമത് വിംസി എന്ന VM ബാലചന്ദ്രൻ സ്പോർട്സിൽ താല്പര്യം ഉള്ളതുകൊണ്ട് വളരെ കുട്ടിക്കാലത്തെ അദ്ദേഹത്തെ വായിക്കുമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായി മാറി. അതുമാതിരി മാതൃഭൂമിക്ക് പുറത്ത് അറിയപ്പെടുന്ന ഒരാൾ ശ്രീ VK മാധവൻകുട്ടിയായിരുന്നു. അദ്ദേഹം മാതൃഭൂമിയുടെ പത്രാധിപരായിട്ട് പിന്നീട് ഇവിടെ ചുമതല വഹിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യാൻ സാധിച്ചു. അവരൊക്കെ പ്രത്യേകിച്ചും ഞങ്ങളുടെ ചുമതല, പുതുതായി ചേരുന്ന ആൾക്കാരുടെ ചുമതല വിംസി എന്ന് പറഞ്ഞ ശ്രീ VM ബാലചന്ദ്രനായിരുന്നു. കോഴിക്കോട് ചേരുന്നവരുടെ ചുമതല. അദ്ദേഹത്തിൻ്റെ ശിക്ഷണം അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചേരുന്ന ഏതാണ്ട് എല്ലാവരെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്, എന്നെയും അങ്ങനെ ഒട്ടു വളരെ പേരെ അത് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാതൃഭൂമിയിലെ മറ്റാരെങ്കിലും എഡിറ്റർമാർ? NP രാജേന്ദ്രൻ്റെ സഹപ്രവർത്തകർ എന്ന് അദ്ദേഹം അറിയപ്പെടുന്ന എത്രയോ, ആ ഇന്ദ്രൻ എന്ന് പേരിൽ അദ്ദേഹം എഴുതുന്ന കോളം വിശേഷാൽ പ്രതി എത്രയോ ആൾക്കാരെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വളരെ പ്രായം ചെന്ന് എൻ്റെ അമ്മ പോലും ആ പങ്ക്തി വായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പോപ്പുലാരിറ്റി മനസ്സിലാവും. മരണവീടുകളിൽ സന്ദർശിക്കുമ്പോൾ പോലും ഇദ്ദേഹം ഈ പങ്ക്തി എഴുതുന്ന ആളാണ് എന്ന് ശ്രീ NP രാജേന്ദ്രനെ ചൂണ്ടിക്കാണിച്ച് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബന്ധുക്കൾ മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് നിന്ന് പോലും ആ ബന്ധുവിൻ്റെ, മരിച്ച ആളുടെ ബന്ധു മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇത് പറഞ്ഞിട്ടാണ്. ഇദ്ദേഹം ഇന്ദ്രൻ എന്ന് പറഞ്ഞ പങ്ക്തി എഴുതുന്ന ആളാണെന്ന് പറയുന്നത്. അദ്ദേഹത്തിന്മാരിൽ ഒരാളോട് കൂടി ജോലി ചെയ്യാൻ കഴിഞ്ഞതിന് വലിയ ഒരു അവസരമായിട്ടാണ് ഞാൻ കഴിയുന്നത്. പല രംഗത്ത് അദ്ദേഹം ഈ രീതിയിലുള്ള ഹാസ്യം എഴുതുന്നത് മാത്രമല്ല, മറ്റ് ചുമതലകളും വഹിക്കാൻ അദ്ദേഹം കെൽപ്പുള്ള ഒരാളായിരുന്നു. പത്രത്തിൻ്റെ പുറത്ത് ട്രേഡ് യൂണിയൻ രംഗത്ത് അദ്ദേഹം പങ്കുവഹിച്ചു. അത്തരം ഒരു ചുമതലകൾ വഹിക്കുന്ന അധികം പത്രലേഖകൾ നമുക്കുണ്ട് എന്ന് തോന്നുന്നില്ല. അതൊരു വലിയൊരു സൗഹൃദമായിട്ട് ഞാൻ എണ്ണുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ പത്രപ്രവർത്തനം ഒരു ട്യൂട്ടോറിയൽ അധ്യാപകനായി അല്ലെങ്കിൽ ഒരു അധ്യാപനത്തിലേക്കാണ് ആദ്യം ലക്ഷ്യമിട്ടതെന്ന് സംശയിക്കുന്നു. ആദ്യ അധ്യാപകനായിരുന്നു, പത്രപ്രവർത്തന രംഗത്തേക്ക് വന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഔദ്യോഗിക ജീവിതത്തിൽ സംതൃപ്തനാണ്? തീർച്ചയായും സംതൃപ്തനാണ്. ഇത്തരമൊരു ഈ ജോലിയിൽ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതുമാതിരിയുള്ള വലിയ വലിയ ആൾക്കാരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടായിരുന്നില്ല. ഈ ഒരു ലോകമായിട്ട് പരിചയപ്പെടാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മളിപ്പോൾ ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ സാധിച്ചിട്ടുണ്ട്, ടെണ്ടുൽക്കർ കൂടെ. അത് ഞാൻ ഒരു പത്രത്തിൻ്റെ പ്രതിനിധി ആയതുകൊണ്ടാണ്. ഞാനൊരു കോടീശ്വരനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ലഞ്ച് കഴിക്കാൻ എനിക്ക് സാധിക്കില്ല. ഒരു പത്രത്തിൻ്റെ സാധാരണക്കാരനായ ഒരു പ്രതിനിധിയായിട്ട് എനിക്ക് അവിടെ പ്രവേശനം ഉണ്ടായിരുന്നു. ഇന്ത്യൻ ടീമിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ സാധിച്ചു, പാകിസ്ഥാൻ ടീമിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ സാധിച്ചു. ഒരു പത്രലേഖനായതുകൊണ്ടല്ലേ ഇത് സാധിക്കുന്നത്. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് കടന്നു ചെല്ലാനും ആ ആൾക്കാരെ പരിചയപ്പെടാനൊക്കെ സാധിക്കുന്നത്
പ്രവർത്തകനായതുകൊണ്ടാണ്. അപ്പോൾ ചെയ്ത ജോലി തീർച്ചയായും സംതൃപ്തിയുണ്ട്, കഴിവിനൊത്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും വേണമെങ്കിൽ കൂടുതൽ ചെയ്യാമായിരുന്നു എന്നൊരു തോന്നൽ ബാക്കിയുണ്ടെങ്കിൽ കൂടി സംതൃപ്തിക്ക് യാതൊരു കുറവുമില്ല. അപ്പം ഒരു പത്രപ്രവർത്തകനായതിലുള്ള ഈ സംതൃപ്തി പങ്കുവെക്കുന്നതോടൊപ്പം തന്നെ ആ മേഖലയിലെ നീണ്ട അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചതിന് വളരെയേറെ നന്ദി. നമസ്കാരം. നന്ദി, നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു.